ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യണമെന്നുള്ളതും അത് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ട് കേട്ടോ സെയിലിനായിട്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാനായിട്ട് മറക്കല്ലേ. ഈ അഗ്ലോണിമ വെച്ചിരിക്കണത് ഒരു സാധാരണ ഒരു ചെറിയ പോട്ടിലാണ് കേട്ടോ. നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ നീളത്തിലുള്ള അത്രയും നീളത്തിലുള്ളൊരു പോട്ടാണ് ഞാനിത് വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ചെറിയ പോട്ടിൽ തന്നെ ഇപ്പോൾ കുറേ ഷൂട്ടുകളുണ്ട്. ആകെ ഒരു തെയ്യാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറേ തെയ്യകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ചട്ടിയുടെ അടിയിൽ ആദ്യം തന്നെ ഇത്തിരി ഇഷ്ടികകളും അതിന് മുകളിൽ ചകിരിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മണ്ണിട്ടിട്ടുണ്ടായിരുന്നത്. മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചട്ടിയിലിട്ടിട്ടുണ്ടായിരുന്ന ഇഷ്ടികകളും ചകിരിയൊക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മണ്ണെല്ലാം പോന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു പോട്ടായിരുന്നു. ഇത്തിരി വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തട്ടി നിലത്തും കയ്യിലൊക്കെ ആയിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാ മണ്ണും പുറത്തേക്ക് വന്ന് കിട്ടും. റീപോർട്ട് ചെയ്യണതിൻ്റെ 2 ദിവസം മുമ്പ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊടി പോലെ തന്നെ മണ്ണെല്ലാം പോന്ന് കിട്ടും. ഒരു തെയ്യം മാത്രം നട്ടു വെച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ചെറിയ പോട്ടിൽ ഇപ്പോൾ എനിക്ക് 5-6 ഷൂട്ടുകൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള ഷൂട്ടുകളെല്ലാം തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ പ്ലാന്റ്സായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഓരോ പ്ലാന്റ്സും വേറെ വേറെ ആയിട്ട് മുറിച്ചെടുക്കാൻ പോകുന്നത്. മുറിച്ചെടുക്കുന്ന പ്ലാന്റ്സ് ഓരോന്നും ഓരോ ചട്ടികളിലായിട്ടാണ് വെക്കേണ്ടത്. അത് ഏറ്റവും ചെറിയ പ്ലാന്റ് പോലും ഒരു ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പ്ലാന്റായിട്ട് മാറുന്നതാണ് കേട്ടോ. ഈ രീതിയിലാണ് ഞാനിത് റീപോർട്ട് ചെയ്യണത്. ഇതിൽ നിന്നും കിട്ടുന്ന ഓരോ പ്ലാന്റ്സും ഞാൻ ഓരോ ചട്ടിയിൽ വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനിതിൻ്റെ പ്രൊപ്പഗേഷൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിലെ ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിൻ്റെ കട്ടിങ്സിൽ നിന്ന് എത്ര പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ചട്ടിയിലുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ചെറിയ തെയ്യകളാണ്. അതിലുള്ള വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ഞാൻ കാണിച്ചു തരുന്നത് കട്ടിങ്സ് എടുത്തിട്ട്. അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൽ തന്നെ ഇത് കൂടാതെ നീളത്തിലുള്ള തണ്ടോട് കൂടിയിട്ട് നല്ല നീളത്തിലുള്ള തണ്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇത്തിരി നീളത്തിലുള്ള അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 10-20 പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത്തിരി വൈകിട്ടായിരുന്നു. അത് കാരണം നിങ്ങൾക്ക് ഇത്തിരി തെളിച്ചം കുറവായിരിക്കും കേട്ടോ വീഡിയോയിൽ. ഞാനിതിൽ നിന്നും പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി വേരും നിർത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വേരോടുകൂടി മുറിച്ചെടുത്തിട്ട് നമുക്കിതിങ്ങനെ തന്നെ നേരെ തന്നെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചത് കൂടാതെ ചട്ടിയിൽ നിന്നും പ്ലാന്റ് പുറത്തെടുക്കാതെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ചെയ്യേണ്ടത് മണ്ണിൻ്റെ മുകളിൽ വെച്ച് തന്നെ 1 ഇഞ്ച് നീളത്തിൽ ഈ പ്ലാന്റിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലാന്റിൻ്റെ മുകൾ ഭാഗം നമ്മുടെ കയ്യിലും ലീഫുകളോട് കൂടിയിട്ടുള്ള ഭാഗം നമ്മുടെ കയ്യിലുണ്ടാവും. വേരോട് കൂടിയിട്ടുള്ള ഭാഗം മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അതേപോലെ മണ്ണിൻ്റെ മുകളിലായിട്ട് 1 ഇഞ്ച് നീളത്തിലാണ് ഇതിൻ്റെ തണ്ട് നിൽക്കുന്നുണ്ടാവുക. മുറിച്ചെടുത്ത ഭാഗത്ത് അതിന് ചീച്ചലൊന്നും വരാതിരിക്കാനായിട്ട് സാഫ് പുരട്ടുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ആ മുറിച്ചെടുത്തിട്ടുള്ള പ്ലാന്റിൻ്റെ മുകൾ ഭാഗം വേറൊരു ചട്ടിയിലും അടിഭാഗം വേരോട് കൂടിയിട്ടുള്ള തണ്ട് 1 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ചട്ടിയോട് കൂടിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വെയിൽ കുറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം നാളിനുള്ളിൽ തന്നെ അതിന് പൊടിപ്പൊക്കെ വന്ന് പുതിയ പ്ലാന്റായിട്ട് മാറും. ഈ രീതിയിലും നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. റീപോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു തൈ വെച്ചതിന് പകരം ഇഷ്ടം പോലെ തൈകളിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഈ പ്ലാന്റിൻ്റെ തണ്ടിൽ കാണുന്ന ഓരോ മുളച്ച് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം അതിൻ്റെ മുളകളാണ് കേട്ടോ. പുതിയ പ്ലാന്റായിട്ട് വരുന്ന ഭാഗങ്ങളാണതെല്ലാം. ഞാൻ എടുത്തിട്ടുള്ള പ്ലാന്റിൻ്റെ തണ്ട് ഇത്തിരി നീളം കുറഞ്ഞതാണ്. ഇതിലും നീളത്തിലുള്ള പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള നീളത്തിലുള്ള പ്ലാന്റ്സിൽ നിന്നും ഇതിലും ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പ്ലാന്റിൽ നിന്ന് എത്ര കട്ടിങ്സ് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആ പ്ലാന്റിൽ കൈവച്ച ഭാഗത്ത് വിരൽ വെച്ചിട്ടുള്ള ഭാഗത്ത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു മുള പോലെ കാണുന്നില്ലേ, അതതിൻ്റെ മുളയാണ്. അവിടെ നിന്നാണ് അത് ഒരു മുള പോലെ മുളച്ച് വരിക ചെയ്യുക. പുതിയ പ്ലാന്റായിട്ട് വരികയാണ് ചെയ്യുക അവിടെ. അത് ഓരോരോ ഭാഗത്തും അതിൻ്റെ ഓരോരോ സ്റ്റെപ്പിലും ഇതേപോലെ തന്നെ ഓരോ മുളകളുണ്ടായിരിക്കും.
ആ വൈറ്റ് നിറത്തിൽ മുളച്ച് നിൽക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്യാതെ അതിൻ്റെ തൊട്ടടിയിൽ ഒരു വര പോലെ കാണുന്നില്ലേ നിങ്ങൾ, ആ വരയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ പ്ലാന്റിൽ നിന്ന് എത്ര കട്ടിങ്സാണ് നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ബ്ലേഡ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് ഒടിഞ്ഞു പോരുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഇത്രയും മുകളിലേക്ക് ഞാൻ പിടിച്ചിട്ടല്ല ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇലകളുടെ വെയിറ്റ് കാരണമാണ് അതങ്ങനെ പോണത്. നിലത്ത് വെച്ച് ചെയ്യാച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മുള പോലെ നിൽക്കുന്ന വൈറ്റ് കളറിൽ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് കൊള്ളാണ്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഉള്ള പോലെ തന്നെ ആ വര പോലെയുള്ള ഭാഗത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അത് മുകളിലേക്ക് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം തൊട്ടപ്പുറത്ത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അടുത്ത മുള ഉണ്ടായിരിക്കും. ആ മുളയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണത്. ഇനി അടുത്ത കട്ടിങ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ അടിയിലേക്ക് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം അതിൻ്റെ അടിയിലും ഇതേപോലെ ഓരോരോ ആ വരകളുടെ ഇടയിലും ഓരോരോ പീസിലും ഇതേപോലെയുള്ള മുളകളുണ്ട്. അപ്പോൾ ശരിക്കും ആ വരയിൽ നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്കൊരു പ്ലാന്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഓരോ കഷ്ണങ്ങളും നമ്മൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. മുറിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ ചീച്ചലൊന്നും വരാതിരിക്കാനായിട്ട് സാഫ് പറ്റുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാനത് കാണിച്ചു തരാത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സാഫ് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് പരട്ടി വേണം നിങ്ങൾ അത് പ്ലാന്റ് ചെയ്യാനായിട്ട്. സാധാരണ ഒരു ചെറിയ ചെടിയിൽ നിന്നാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്തിരി നീളത്തിലുള്ള പ്ലാന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും അധികം കട്ടിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഈ ചെറിയൊരു കട്ടിങ്ങിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ കയ്യിൽ 6 കഷ്ണങ്ങളാണുള്ളത്. ആ വേരിൻ്റെ ഭാഗം അടക്കം 6 പീസുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ സാഫ് ഇല്ലാത്തത് കൊണ്ടാണ് അത് പരട്ടാത്തത്. നിങ്ങളതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരട്ടണം കേട്ടോ. ഇതിന് പോട്ടി മിക്സ്ചറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് ഒരളവിൽ തുല്യ അളവിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അഗ്ലോണിമയുടെ ഈ കട്ടിങ്സ് ഇനി എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. കട്ട് ചെയ്തെടുത്ത ഭാഗം, അതായത് സാഫ് പരട്ടിയ ഭാഗമല്ല നമ്മൾ മണ്ണിൽ വെക്കേണ്ടത്. മുള മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം വേണം മണ്ണിലായിട്ട് വെക്കാനായിട്ട്. ഞാൻ ആദ്യം എടുത്തിട്ടുള്ള കട്ടിങ്ങിൻ്റെ മുള ശരിക്കും നീളത്തിൽ കാണാം നിങ്ങൾക്ക്. അതേപോലെ നീളമില്ലാത്ത ഭാഗങ്ങളും ഉണ്ടാവും. ഒരു തടിപ്പ് പോലെ വൈറ്റ് നിറത്തിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെയുള്ള ഭാഗങ്ങളും ഉണ്ടാവും. അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ആ മുള മുകളിലേക്ക് വരുന്ന ഭാഗം തന്നെ മണ്ണിലേക്ക് വെക്കേണ്ടതാണ്. ഇതുപോലെ ഒരു ചട്ടിയിൽ നമുക്കൊരു 7-8 പ്ലാന്റ്സ് വെച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെറിയ ചെറിയ കവറുകളിലാണ് ഇത് പ്ലാന്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കവറിൽ ഒരു പ്ലാന്റ് വെച്ചാൽ മതിയാവും, ഒരു കട്ടിങ് വെച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ പോട്ടിൽ തന്നെ എൻ്റെ എല്ലാ കട്ടിങ്സും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കട്ടിങ്സ് വെച്ചിട്ടുള്ള മണ്ണിൽ വെള്ളം നനവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ അതിലിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെക്കുന്ന മണ്ണിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഈ കട്ടിങ്സിലെല്ലാം ഇലകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ബായ്.